ഓൺലൈനിൽ കൂടി ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങാതെ നമുക്ക് നീന്താൻ പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ സാഹചര്യങ്ങൾ കിട്ടുന്നത് ആ സാഹചര്യത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടി ഒരു അവസരം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിപ്പിക്കുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ക്ലാസ്സിൽ നിങ്ങളും അതുപോലെ തന്നെ ഒരു ടീച്ചറും മാത്രമായിരിക്കും ഉണ്ടാവും. ഗ്രൂപ്പായിട്ടുള്ള ക്ലാസ് അല്ല, പേഴ്സണൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും സംസാരിക്കാൻ പറ്റും. ഒരു മടിയും ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതാണ്. അഥവാ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ അടച്ച മുഴുവൻ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. കോഴ്സിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു രൂപം ഇഫിന്റെ രൂപങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നമ്മൾ മലയാളത്തിൽ പൊതുവെ സംസാരിക്കാറുള്ളതാണ്. പോകുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, കളിക്കുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, അങ്ങനെ എങ്കിൽ എന്ന് പറയുന്ന ഒരു രൂപമാണ് ഇതിന്റെ വരുന്നത്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 46ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും നിർബന്ധമായിട്ടും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മുഴുവൻ ക്ലാസിന്റെയും ലിങ്ക് ഓർഡർ ക്രമത്തിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലാസ് ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പഠിക്കുകയാണെങ്കിൽ. ഇഫ് ഐ സ്റ്റഡി, ഞാൻ പഠിക്കുകയാണെങ്കിൽ. അവൾ പഠിക്കുകയാണെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഷീ സ്റ്റഡീസ്, അവൾ പഠിക്കുകയാണെങ്കിൽ. ഷീ വന്നപ്പോൾ പ്രവൃത്തിയുടെ കൂടെ സ്റ്റഡീസ് എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങൾ ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിലാണ് കണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ പോകുന്നു, പോകാറുണ്ട് എന്നുള്ള ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ് എന്തുകൊണ്ടാണ് എസ് ചേർക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന്റെ ഒരു നിയമം പറഞ്ഞിട്ട് പോവാം. പ്രവൃത്തി ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രവൃത്തിയുടെ കൂടെ V1ന്റെ കൂടെ എസ് ചേർക്കണം. അതല്ല പ്രവൃത്തി ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ പ്രവൃത്തിയുടെ കൂടെ എസ് ചേർക്കേണ്ട, V1 മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഐ എന്നുള്ളത് നമ്മൾ ഒന്നിൽ കൂടുതലുള്ള ആളുകളിലേക്കാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഷീ, ഹി, ഇറ്റ് എന്നുള്ള കാര്യം ഒരാളാണ്. ഷീ എന്ന് പറയുന്നത് ഒരാളാണ്. അതുപോലെ തന്നെ ഹി എന്നുള്ളതും ഒരാളാണ്. ഇറ്റ് എന്നുള്ളതും ഒരു കാര്യമാണ് വരുന്നത്. അപ്പം ഒന്നിൽ കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ ഐ, യു, ദേവി എന്നുള്ള കാര്യമാണ് ഒന്നിൽ കൂടുതലായിട്ട് വരിക. ഈ കാര്യങ്ങൾ വരുമ്പോൾ എസ് ചേർക്കേണ്ട, V1 മാത്രം ചേർത്ത് കഴിഞ്ഞാൽ മതി. ഈ ഒരു നിയമം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 27ാമത്തെ ക്ലാസ് കണ്ടാൽ മതി. ആ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇതിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ പോകുകയാണെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പോകുകയാണെങ്കിൽ. ഇഫ് ഐ ഗോ, ഞാൻ പോകുകയാണെങ്കിൽ. ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഐ സ്റ്റഡി, ഞാൻ പഠിക്കുകയാണെങ്കിൽ. അവർ വരികയാണെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? അവർ വരികയാണെങ്കിൽ. ഇഫ് ദേ കം, അവർ വരികയാണെങ്കിൽ. അവർ സഹായിക്കുകയാണെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? അവർ സഹായിക്കുകയാണെങ്കിൽ. ഇഫ് ദേ ഹെൽപ്പ്, അവർ സഹായിക്കുകയാണെങ്കിൽ. നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ ഒരിക്കലും ഇഫ് ഐ സ്റ്റഡി, പഠിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യൂല. അതിനുശേഷം എന്ന് പറയുന്നത് പല കാര്യങ്ങളും കൂട്ടി ചേർത്ത് കൊടുക്കും. അപ്പോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് വലിയ വാക്കുകൾ ഇഫ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇഫ് എന്ന് പറയുന്നത് നമുക്ക് സംസാരത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ്സുകൾ മുഴുവനായിട്ടും കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അവളെ വിളിക്കുകയാണെങ്കിൽ അവൾ എന്നെ വിളിക്കും എന്നങ്ങനെ പറയാൻ പറ്റും? അവൾ എന്നെ വിളിക്കും. ഇഫ് ഐ കോൾ ഹെർ, ഞാൻ അവളെ വിളിക്കുകയാണെങ്കിൽ ഷീ വിൽ കോൾ മീ, അവൾ എന്നെ വിളിക്കും.
വില്ലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. വില്ല് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യും, ഉറപ്പായിട്ടൊരു പ്രോമിസ് പോലെ പറയുന്ന കാര്യത്തിനാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുക. അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്ന് പറയുന്നത് പഠിച്ചതാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയുന്നത് അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അർത്ഥമാണ് പറയുന്നത്. എന്നെ വിളിക്കുകയാണെങ്കിൽ, അവൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അവളെ വിളിക്കും എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ സംസാരിക്കാറുള്ള കാര്യങ്ങളാണ്. അടുത്ത ഉദാഹരണം നോക്കാം. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ എക്സാം വിജയിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ എക്സാം വിജയിക്കും. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. നീ അവളെ സ്നേഹിച്ചാൽ അവൾ നിന്നെ സ്നേഹിക്കും. സ്നേഹിച്ചാൽ എന്നും പറയാം, അതുപോലെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ എന്നും പറയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നീ അവളെ സ്നേഹിച്ചാൽ അവൾ നിന്നെയും സ്നേഹിക്കും. ഇഫ് യു ലവ് ഹർ ഷീ വിൽ ലവ് യു. അവൾ നിന്നെ സ്നേഹിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. നീ റിസ്ക് എടുത്താൽ നിനക്ക് നിന്റെ സ്വപ്നം നേടാൻ സാധിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. ഇഫ് യു ടേക്ക് എ റിസ്ക് യു ക്യാൻ അച്ചീവ് യുവർ ഡ്രീം. നിനക്ക് നിന്റെ സ്വപ്നം നേടാൻ പറ്റും. അച്ചീവ് എന്ന് പറയുന്നത് നേടുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവർ വരികയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോകും. ഇഫ് ദേ കം ഐ വിൽ ഗോ വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പോകും. അടുത്ത ഉദാഹരണം നോക്കാം. നീ നന്നായി കളിക്കുകയാണെങ്കിൽ നമ്മൾ മത്സരം വിജയിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. ഇഫ് യു പ്ലേ വെൽ വി വിൽ വിൻ ദ മാച്ച്. മത്സരം വിജയിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും എന്നങ്ങനെ പറയാൻ പറ്റും. ഇഫ് യു ബി വിത്ത് മീ ഐ ക്യാൻ അച്ചീവ് മെനി തിങ്സ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും. ക്യാനിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്യാൻ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ക്യാൻ കഴിയും, സാധിക്കും, പറ്റും അങ്ങനെയുള്ള കാര്യത്തിനാണ് ക്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. നീ പുസ്തകം വായിച്ചാൽ നിനക്ക് അറിവ് വർദ്ധിപ്പിക്കാം എന്നങ്ങനെ പറയാൻ പറ്റും. നീ പുസ്തകം വായിച്ചാൽ നിനക്ക് അറിവ് വർദ്ധിപ്പിക്കാം. ഇഫ് യു റീഡ് ദ ബുക്ക് യു ക്യാൻ എൻഹാൻസ് യുവർ നോളജ്. എൻഹാൻസ് എന്നുള്ളതാണ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. യുവർ നോളജ്, നിന്റെ അറിവ് നിനക്ക് വർദ്ധിപ്പിക്കാം. നമ്മളിപ്പോൾ നോക്കിയ ഉദാഹരണങ്ങൾ ഒന്നിൽ കൂടുതലുള്ള ആളുകൾ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലുള്ള ഉദാഹരണമാണ് നോക്കിയത്. അതല്ല പ്രവൃത്തി ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ പ്രവൃത്തിയുടെ കൂടെ എസ് വരും. ഇത് മാത്രമാണ് അതിൻ്റെ ഒരു നിയമം വരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അവൾ എന്നെ വിളിച്ചാൽ ഞാൻ അവളുടെ കൂടെ പോകും എന്നങ്ങനെ പറയാം. ഇഫ് ഷീ കോൾസ് മീ, കോൾസ് എന്നാണ് വരിക, കാരണം പ്രവൃത്തി ചെയ്യുന്നത് ഒരാളാണ്, അതുകൊണ്ട് എസ് ചേർത്ത് കൊടുക്കുക. കോളിൻ്റെ കൂടെ ഒരു എസ് ചേർത്ത് കൊടുക്കുക. ഇഫ് ഷീ കോൾസ് മീ ഐ വിൽ ഗോ വിത്ത് ഹർ. ഞാൻ അവളുടെ കൂടെ പോകും. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ ഇവിടെ വന്നാൽ ഞാൻ അവനെ തല്ലും എന്നങ്ങനെ പറയാം. ഇഫ് ഹീ കംസ് ഹിയർ, കമ്മിൻ്റെ കൂടെ എസ് ചേർത്ത് കൊടുക്കുക. കംസ് ഹിയർ ഐ വിൽ ബീറ്റ് ഹിം. ഞാൻ അവനെ തല്ലും. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കും എന്നങ്ങനെ പറയാം. അവൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കും. ഇഫ് ഷീ ലവ്സ് മീ, ലവിൻ്റെ കൂടെ എസ് ചേർത്ത് കൊടുക്കുക. ഇഫ് ഷീ ലവ്സ് മീ ഐ വിൽ ലവ് ഹർ. ഞാൻ അവളെ സ്നേഹിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ എന്നെ സഹായിച്ചാൽ ഞാൻ അവളെ സഹായിക്കും എന്നങ്ങനെ പറയാം. ഇഫ് ഷീ ഹെൽപ്സ് മീ ഐ വിൽ ഹെൽപ്പ് ഹർ. ഞാൻ അവളെ സഹായിക്കും. അവൻ കൃത്യസമയത്ത് ഇവിടെ വന്നാൽ അവന് നമ്മുടെ കൂടെ വരാം എന്നങ്ങനെ പറയാം. ഇഫ് ഹീ കംസ് ഹിയർ ഓൺ ടൈം ഹീ ക്യാൻ കം വിത്ത് അസ്. അവന് നമ്മളുടെ കൂടെ വരാം. അടുത്ത ഉദാഹരണം നോക്കാം. മനു പാട്ട് പാടിയാൽ ഞാൻ ഒരു പാട്ട് പാടും എന്നങ്ങനെ പറയാം. മനു എന്നുള്ളത് ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ കൂടെ എസ് ചേർക്കണം. ഇഫ് മനു സിങ്സ് എ സോങ്, ഒരു പാട്ട് പാടിയാൽ ഐ വിൽ സിങ് എ സോങ്. ഞാനൊരു പാട്ട് പാടും എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നിന്റെ അച്ഛൻ ഇവിടെ വന്നാൽ അദ്ദേഹം നിന്നെ അടിക്കും എന്നങ്ങനെ പറയാം. ഇഫ് യുവർ ഫാദർ കംസ് ഹിയർ ഹി വിൽ ബീറ്റ് യു. അദ്ദേഹം നിന്നെ അടിക്കും. ഫാദർ എന്ന് പറയുന്നത് ഒരാളാണ്, അതുകൊണ്ടാണ് കമ്മിൻ്റെ കൂടെ എസ് ചേർത്ത് കൊടുത്തത്. ഇഫ് യുവർ ഫാദർ കംസ് ഹിയർ ഹി വിൽ ബീറ്റ് യു. ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ട് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും എന്നങ്ങനെ പറയാം. ഇഫ് ഐ സീ എനി മിസ്റ്റേക്ക് ഐ വിൽ റിയാക്ട്. റിയാക്ട് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തെറ്റ് എന്നാണ് പറയുന്നത്. ഇഫ് ഐ സീ എനി മിസ്റ്റേക്ക് ഐ വിൽ റിയാക്ട്. ഞാൻ പ്രതികരിക്കും. നമ്മളിപ്പോ നോക്കിയത് ഇഫിന്റെ കൂടെ V1 വെച്ചിട്ടുള്ള രൂപമാണ് നോക്കിയത്. നമുക്ക് അടുത്തെന്ന് പറയുന്നത് ഇഫിന്റെ കൂടെ V2 വെച്ചിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നങ്ങനെ പറയാൻ പറ്റും. ഇഫ്
യു സ്റ്റഡീഡ് നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ V2 വരുമ്പോൾ ഈ രൂപത്തിലുള്ള അർത്ഥമാണ് വരിക, നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു രൂപമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നീ പോയിട്ടുണ്ടെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? നീ പോയിട്ടുണ്ടെങ്കിൽ, ഇഫ് യു വെന്റ്, നീ പോയിട്ടുണ്ടെങ്കിൽ. അവൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഷീ സ്റ്റഡീഡ്, അവൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അവൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഹി ഹെൽപ്ഡ്, അവൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ. അവർ വന്നിട്ടുണ്ടെങ്കിൽ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ദേ കെയിം, അവർ വന്നിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഇതിന്റെ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കുക. ഇഫ് ഐ വെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ, ഒരു സാധ്യതയാണ് പറയുന്നത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ അവനെ വിളിച്ചിരുന്നെങ്കിൽ അവന് നമ്മുടെ കൂടെ വരാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഐ കോൾഡ് ഹിം ഹി കുഡ് കം വിത്ത് അസ്. വിത്ത് അസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ അവന് വരാൻ കഴിയുമായിരുന്നു. ഇതിന്റെ അർത്ഥവും സാഹചര്യവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇഫിന്റെ കൂടെ V2 വെച്ചിട്ട് പറയുമ്പോൾ ഇഫ് ഐ കോൾഡ് ഹിം, ഞാൻ അവനെ വിളിച്ചിരുന്നെങ്കിൽ, പക്ഷെ വിളിച്ചിട്ടില്ല, വിളിച്ചിരുന്നെങ്കിൽ ഹി കുഡ് കം വിത്ത് അസ്, അവന് നമ്മുടെ കൂടെ വരാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ കുഡിന്റെ അർത്ഥവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കുഡ് എന്ന് പറയുമ്പോൾ കഴിയുമായിരുന്നു, കഴിഞ്ഞു, സാധിച്ചു, പറ്റി, അങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഇതിന് വരുന്നത്. കുഡിന്റെ ക്ലാസ്സിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വിശദമായി നമ്മൾ പഠിച്ചതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അവനെ സഹായിച്ചിരുന്നു എങ്കിൽ അവന് എക്സാം പാസ്സാകാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? എക്സാം പാസ്സാവാൻ കഴിയുമായിരുന്നു. ഇഫ് ഷീ ഹെൽപ്ഡ് ഹിം ഹി കുഡ് വിൻ ദ എക്സാം, എക്സാം പാസ്സാവാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവർ കൃത്യസമയത്ത് ഇവിടെ എത്തിയിരുന്നുവെങ്കിൽ അവർക്ക് പരീക്ഷയ്ക്ക് ഹാജരാകാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ദേ കെയിം ഹിയർ ഓൺ ടൈം ദേ കുഡ് അറ്റൻഡ് ദ എക്സാം. നിങ്ങൾ എന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് യു ഇൻഫോംഡ് മീ ഐ കുഡ് ഹെൽപ്പ് യു. നിങ്ങൾ എന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ നന്നായി ശ്രമിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് അവളുടെ സ്വപ്നം നേടാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഷീ ട്രൈഡ് വെൽ ഷീ കുഡ് അച്ചീവ് ഹെർ ഡ്രീം. അവളുടെ സ്വപ്നം അവൾക്ക് നേടാൻ കഴിയുമായിരുന്നു. അവർ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അവർക്ക് ജോലി നേടാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാം? ജോലി നേടാൻ കഴിയുമായിരുന്നു. ഇഫ് ദേ അറ്റൻഡഡ് ദ ഇന്റർവ്യൂ ദേ കുഡ് ഗെറ്റ് ദ ജോബ്. അടുത്ത ഉദാഹരണം നോക്കാം. നീ അവന് വേണ്ടി കാത്തിരുന്നുവെങ്കിൽ അവന് നിന്നെ കല്യാണം കഴിക്കാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് യു വെയിറ്റഡ് ഫോർ ഹിം ഹി കുഡ് മാരി യു. ഇഫിന്റെ കൂടെ V2 വെച്ചിട്ട് പറയുമ്പോൾ ഇതിന്റെ അർത്ഥങ്ങളും സാഹചര്യവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഇനി ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു രൂപമാണ്. അതുകൊണ്ട് ഇതിന്റെ സാഹചര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഇനി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് ഇഫിന്റെ കൂടെ V1 അതുപോലെ തന്നെ V2 ചേർത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് നോക്കിയത്. പക്ഷേങ്കിൽ ഇത് മാത്രമല്ല വരിക, പല കാര്യവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പല കാര്യത്തിന്റെ കൂടെയും നമുക്ക് ഇഫ് വെച്ചിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഇഫ് സംസാര ഭാഷയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഇഫിന്റെ ഉപയോഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിനനുസരിച്ച് സംസാരത്തിലൊക്കെ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ട് പരിശീലിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമല്ല, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും മറന്നുപോകും. പക്ഷെ മറക്കാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന സംസാരത്തിൽ ഉപയോഗിച്ച് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ എപ്പോഴും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.